ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലേസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കാണാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. ബിക്കോസ് ഓഫ് ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് സംഭവങ്ങളും എല്ലാം ലേസി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. എല്ലാം ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മാങ്ങാ സമ്മന്തിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങാ സമ്മന്തി, പിന്നെ കഞ്ഞി ആൻഡ് പരിവാരങ്ങളാണ് കൂടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വരൂ, നമുക്ക് കാണാം നല്ല ഒരു മാങ്ങാ സമ്മന്തി. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് മാങ്ങാ സമ്മന്തി ഉണ്ടാക്കാട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ വലിയ ഉള്ളിയുടെ ഒരു ചെറിയ പീസ്, പിന്നെ പമ്മുളക് ചതച്ചത്, അതാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് എടുത്തോളൂ. ഞാൻ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വലിയ ഉള്ളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചതച്ചത്. ചെനഞ്ഞ മാങ്ങയാണ്, കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിൽ വെച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ കൂടി മിക്സിയിലിടുക, എന്നിട്ട് ഒന്ന് ചതച്ച് ഇതുപോലെ എടുക്കുക, ഉപ്പിട്ടിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഒന്ന് ഇങ്ങനെ കറപറ എന്ന് അരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ട് ഈസി ആയിട്ടുള്ള ഒരു മാങ്ങാ ചമ്മന്തി കിട്ടുന്നതായിരിക്കും. ഇനി കഞ്ഞി ആൻഡ് പരിവാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ കഞ്ഞിയാണ്. അതിലേക്ക് കടുക് വറുത്തിട്ടിട്ടുള്ള കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഞ്ഞി ഉണ്ടാക്കി നോക്കൂ. ഇത്തിരി ഒന്ന് ഉടഞ്ഞ പോലെ ചെറുപയറും എന്താണ് പറയുക, നമ്മൾ കടുകും വറുത്തിട്ടിട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടിട്ട് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേമാതിരി തന്നെ കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് ചോപ്പ് ചീര തോരനാണ്. മറ്റേ തേങ്ങയൊക്കെ ഇട്ടിട്ട്, ജീരകം ഇട്ടിട്ടില്ല, വെറുതെ തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ. പിന്നെ വൻപയർ കറി, ഓക്കെ, തേങ്ങയും എന്താണ് വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുള്ള വൻപയർ കറി, നമ്മുടെ മാങ്ങാ സമ്മന്തി. അപ്പോൾ ഈ കഞ്ഞിക്ക് ഇത്രയൊക്കെ ആർഭാടങ്ങൾ വേണോ എന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെയല്ല. ചില സമയങ്ങളിൽ നമ്മൾ ഇത്തിരി ആർഭാടത്തോടു കൂടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുറേ വെജിറ്റബിൾസിൻ്റെ മെഴുക്ക് വരട്ടിയോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാ പടവലങ്ങ മെഴുക്ക് വരട്ടി, അതേമാതിരി മറ്റേ ബീൻസ് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇതാണ് പരിവാരങ്ങൾ കൂടെയുള്ളത്. ഇനി നമുക്ക് കഴിക്കാം, എല്ലാവരും കഴിക്കട്ടെ. എന്നിട്ട് ഇതപ്പോൾ കഴിച്ച് കഴിഞ്ഞ സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് വിളമ്പാം. ഞാൻ 2 കയ്യിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ബ്രേക്കാണ്. അതായത് നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് 2:30 മണിക്ക് കഴിക്കുന്ന ഫസ്റ്റാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് ഇത് തന്നെ ഡയറക്റ്റായിട്ട് കഴിക്കുകയല്ല. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻലി കപ്പ് പോലെ, ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 ലിറ്ററോളം വരുന്ന കപ്പിൽ നമ്മൾ ഇളനീര് വെള്ളം കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മീലാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പോയ വീഡിയോയിൽ ലേസി ആയിട്ടുള്ള രീതിയിൽ സാമ്പാർ ഉണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞു ഭയങ്കര ക്ഷീണുണ്ട്, എന്താണ് പറയുക, എന്താ ഇങ്ങനെ പറ്റിയേ, എന്താണ് ഒരു എന്താണ് പറയുക മേക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നിരിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ട് വിനീസ് കിച്ചൺ കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയും വരാറുണ്ട്, നോർമലായിട്ടുള്ള രീതിയിലും വരാറുണ്ട്. അത് എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. വീണ്ടും നമുക്കൊരു ഓഫ് ഡേ ആണ് മക്കളെ. അങ്ങനെ നമ്മൾ ഈ ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ ഉള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ എന്താ പറയുക, ഇപ്പം തലയിൽ എണ്ണ തേച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്ത് എന്താണ് പറയുക, ഇത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് എടുത്ത് എല്ലാം ചെയ്യാം. പക്ഷേ എന്തോ എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ വരണതിൽ എനിക്ക് തെറ്റൊന്നും തോന്നാറില്ല. ബിക്കോസ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ വീട്ടിലുണ്ടാവാറുള്ളത് അല്ലേ. അതുകൊണ്ട് നിങ്ങളൊക്കെ പറയാതെയാണ് എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഈ കോലത്തിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കഞ്ഞി ആൻഡ് പരിവാരങ്ങൾ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കഴിച്ചു. ആൻഡ് യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. മാങ്ങാ സമ്മന്തി കൂട്ടിയിട്ട് എത്ര പേർക്ക് അത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. മാങ്ങാ സമ്മന്തി എന്തായാലും എൻ്റെ രീതിയിലൊന്ന് നോക്കൂ. എൻ്റെ ഒരു വയലപ്പ. പിന്നെ
ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ക്ലിയർ ആവാത്ത പോലെ ഇരുട്ട് പോലെയൊക്കെ തോന്നുന്നത്. എൻ്റെ ദൈവമേ, സ്വർഗം. ആരംഭിച്ചു. അയ്യോ, പപ്പടമൊന്നുമില്ല. 2 ബൂന്തി എവിടെയോ കിടക്കണ പോലെ തോന്നിയോ. നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ വേണ്ട, പക്ഷെ നമുക്കൊരു ആർഭാട് ഇഷ്ടമാണല്ലോ കഴിക്കണതില്ല. ഒരു കറുമുറ ഉണ്ടെങ്കിൽ നന്നായനെ. നോക്കട്ടെ, മുറുക്കോ ബൂന്തിയോ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ പ്ലേറ്റ് കുറച്ചും കൂടി നന്നായിട്ട് കാണുന്നില്ലേ? ഞാൻ ഉണ്ടാക്കിയ ബൂന്തിയാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്തോ ഉണ്ട്, എനിക്കറിയാം. 2 നാൽക്കളുടെയും. വാ, ആസ്വദിച്ച് കഴിക്കണം മക്കളെ. കിരലോൽസ് ചെനഞ്ഞ മാങ്ങ അപ്പം ഞാൻ എടുത്തതാ. എനിക്ക് ദോശയുടെ കൂടി ഇഷ്ടമാണ് മാങ്ങാ സംബന്ധി. കഴിച്ചു നോക്കില്ല നിങ്ങൾ? പിന്നെ കുറേ പേര് ചോദിച്ചു അന്ന് ആ ലേസി വീഡിയോയിൽ കണ്ടിട്ട്, എന്താ പറയുക, ഈ തുണി തിരുമ്പുക, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, അയൺ ചെയ്യുക, ഇതൊക്കെ തന്നെയാണോ ചെയ്യണത് എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെയാണ് ഒരു ഓഫ് ഡേ കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാ പണിയും തീർക്കും. ചീര നമ്മുടെ തൊടിയത്തെ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് തിരുമ്പി കഴിഞ്ഞു, അയൺ ചെയ്ത് കഴിഞ്ഞു. പുറത്ത് കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു, പുറത്ത് വൃത്തിയാക്കി. ഗരാജ് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അത് എന്താണ്ടായെന്ന് അറിയോ? ആരോ രാത്രിയാണ് തോന്നുന്നു നായ ഇതിൽ കൂടെ നടത്തിയിട്ട് നമ്മുടെ ഗരാജിൻ്റെ ഉള്ളിൽ കൂടെ നായ പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗരാജിൻ്റെ ഡോറിൻ്റെ അവിടെ നായ അപ്പിയിട്ടിട്ടുമുണ്ട്. പക്ഷെ അവരത് എടുത്തിട്ടില്ല. എനിക്കത് അറിഞ്ഞിട്ടില്ല. ഞാൻ കാറും കൊണ്ട് അവിടെ നിർത്തി. ഇന്നലെ രാത്രി ജോലിയും കഴിഞ്ഞ് വന്ന് കാറും കൊണ്ട് അവിടെ നിർത്തി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിയെ കൂടെ അങ്ങോട്ട് നടന്ന് അതിൽ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അതും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പൂച്ചകളൊക്കെ ഒരു വല്ലാണ്ട് റിയാക്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ചെരുപ്പ് നോക്കണം. ആൾക്കാർ ചില സമയങ്ങളിലുണ്ടല്ലോ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലാണ് തോന്നുന്നു. ശ്രീനിവാസൻ സാറ് വന്നിട്ട് ഒരിത് പറയില്ലേ ജയറാമിനോട്, എന്താണ് പറയുക, ഈശ്വര ഗുരുവായൂരപ്പ എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, ആ കുരുത്തം കേട്ടവൻ എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് നിങ്ങൾക്ക് അറിയില്ലേ? അതേപോലെയാണ് ഒരു ഡയലോഗ് നമുക്ക് വന്നത്. എന്താണ് പറയുക, എന്താണ് പണ്ടൊക്കെ എന്തായിരുന്നു നന്നായിരുന്നു, മെലിഞ്ഞിട്ട് IMF ഒക്കെ എടുക്കുന്ന സമയത്ത്, ഇപ്പൊ വല്ലാണ്ട് തടിച്ചിരിക്കണു. എന്താണ് പറയുക, എന്താണ് ഇങ്ങനെ കോലം കെട്ടുകൊണ്ടായിരിക്കണത്? ഐ ലവ് യു വിനി. സീരിയസ്ലി എനിക്ക് ചിരിയാ വന്നത്. എന്താ ഒരു ജീവിതത്തിൽ ഒരു ചിന്താഗതി, ഒരാളെ കണ്ട അയാളുടെ ജീവിതത്തിൽ നേട്ടങ്ങളോ അങ്ങനെ ഒന്നും ചോദിക്കാനില്ല അല്ലേ? ആദ്യം എടുത്തുടനെ നിങ്ങളുടെ വീട്ടിലത്തെ ചോറും കൂട്ടാനാണല്ലോ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കണത്. എൻ്റെ ആരോഗ്യം ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് എത്ര കാണിക്കണോ അത്ര മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ എൻ്റെ മെഡിക്കൽ എന്താണ്, എൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളതൊന്നും ആരും തന്നെ, എനിക്ക് തോന്നുന്നു, എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, ഞാൻ കാണിക്കാൻ ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, ഈശ്വരൻ സഹായിച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ ഒന്നേ ഉള്ളൂ. ഞാൻ രാവിലെ 4:30 മണിക്ക് തൊട്ട് വൈകുന്നേരം രാത്രി 1:30 മണി വരയ്ക്കും പണിയണ ഒരാളാണ്, നിന്ന് പണിയണ ഒരാളാണ്. ഓക്കെ,
ആ സമയങ്ങളിൽ എനിക്കൊരു വയ്യായോ ഇല്ലെങ്കിൽ എൻ്റെ കാല് വേദനയോ എൻ്റെ ഇടുപ്പ് വേദനയോ നട്ടല് വേദനയോ ഒന്നുമില്ലാതെ ടച്ച് വുഡ് ഒരു കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ വെയിങ് സ്കെയിലിനെക്കാട്ടിലും എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സും എൻ്റെ എക്സ്റേ റിപ്പോർട്ട്സും എൻ്റെ ബാക്കിയുള്ള റിപ്പോർട്ട്സിൻ്റെയും നമ്പറുകളാണ് എനിക്ക് വലുത്. വയസ്സ് 46ആയി. ഓരോരുത്തർ എന്തൊക്കെയോ വന്നിട്ടാണ് ഈ സമയങ്ങളിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. ആ സമയങ്ങളിലൊക്കെ എനർജറ്റിക് ആയിട്ട് എല്ലാ സംഭവങ്ങളും എടുത്ത് ചെയ്ത് 1000കണക്കിന് 2000 ആൾക്കാർക്കും കേറ്ററിംഗ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാനൊക്കെ നന്നായില്ല എന്ന് വരും. ഇനിയിപ്പോൾ എന്നെ നന്നാക്കി നല്ല ഭംഗിയായിട്ടുള്ള ലെവലിലേക്ക് ആക്കിയിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോണത്? എന്താണ്? എന്തൊരു ചിന്താഗതിയാണ് എനിക്ക് മനസ്സിലാവണില്ല. ഇതിപ്പോൾ വേറൊരാളെ കണ്ടു, വേറെ ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ അടുത്ത് എന്താ ചോദിക്കണേ? ഹായ് വിനി, कैसे हो आप? सब ठीक है? बच्चे सब ठीक है? बड़ा वाला आ गया क्या? आपका बिजनेस कैसा चल रहा है? सही है? चलो मिलते हैं. वाओ, എത്ര നല്ല രീതി. ഇത് കാണാത്തതിന് മുമ്പ് എന്താ വിനി, എന്തു പറ്റി, എന്താ എത്ര ക്ഷീണം? ഞാൻ എണ്ണ തേച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരാൻ തീരുമാനിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. അതല്ലാതെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പോകുന്നില്ല. ബട്ട് ഞാൻ വീട്ടിലിങ്ങനെയാണ്. അതിലിപ്പോൾ എന്താ തെറ്റ്? എനിവേസ്, നമുക്ക് നമ്മുടെ കഞ്ഞി എൻജോയ് ചെയ്യാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. എങ്ങനെയുണ്ട് പറഞ്ഞാൽ കഞ്ഞി? മാങ്ങാ സംബന്ധി ഇഷ്ടമായ? നമുക്ക് വൈകുന്നേരം നാളെ ദോശയുടെ കൂടെ എടുക്കാം കേട്ടോ. മുന്നേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഇക്കപ്പെടലും വന്നിരിക്കലും നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു ഓഫ് ദിവസം നിങ്ങൾ വല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ പണി നിങ്ങൾക്ക് തോന്നാറില്ലേ? പെണ്ണേമാരി ഇരിക്കണം ചെയ്യാറില്ലേ നിങ്ങൾ? അത് തന്നെയല്ലേ നമ്മളും ചെയ്യുള്ളൂ. യെസ്, ഡിഫറൻസ് എന്താണെന്നറിയോ? ഗട്ട്സ്. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതെ വന്നിട്ട് ഇരിക്കാനുള്ള ഗട്ട്സ് അതെൻ്റെ ചാനലിൽ പണ്ട് മുതലേ ഉണ്ട്. എല്ലാവരും കുറേ പേര് പറയാറുണ്ട്, കാണാൻ പിച്ചക്കാരിയെ പോലെ. നോ പ്രോബ്ലം, നിങ്ങൾ പറയാതെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. പറഞ്ഞിട്ട് വന്നാൽ കുറച്ച് ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിലൊക്കെ വിനി ഇങ്ങനെ തന്നെയാണ്. എനിക്കതിലൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്താണോ, വാട്ട് ഐ ആം, ദിസ് ഇസ് വാട്ട് ഐ ആം. ഞാൻ വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ്. അത്രേ ഉള്ളൂ. ഓരോ കാട്ടിക്കൂട്ടര്. ഓഹോ, അടിപൊളി. എനിക്ക് പുളിയുള്ളത് എന്തും ഇഷ്ടമാണ്. അമ്മാതിരി അഡിക്ഷനാണ്. മുളകുപുളി, വെണ്ടയ്ക്കപ്പുളി, പിന്നെ കയ്പ്പയ്ക്കപ്പുളി, മുതിരപ്പുളി, അതുമാതിരി പുളിസമ്മന്തിയും ചൂട് ചോറും. ആ രണ്ട് കയ്യിൽ ഇപ്പോൾ ഇപ്പോൾ കഴിച്ചില്ലേ? സമയം എത്രയാണെന്ന് അറിയോ? 2:30. ഇനി വൈകുന്നേരം 6:30 ഒരു ചപ്പാത്തി. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം 1:30-2 മണിക്ക് കഴിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു അനാവശ്യമായിട്ട് കഴിക്കാറില്ല. ഹോസ്പിറ്റലിലേക്കും ഡോക്ടർമാരുടെ അടുത്തും പോകാനുള്ള ഇട വരുത്തരുത് ദൈവമേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഭാവി പറയേണ്ടവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയണ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല എത്രത്തോളം എത്തിയത്. ഇതല്ലാണ്ട് വേറെ പറയാനുമില്ല. 46 വയസ്സായി. ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. ആഹാ, ആനന്ദകരം. എന്താ ഒരു രുചിയും.
അടിപൊളി. പ്ലേറ്റ് തുടച്ചു മക്കളെ, തുടച്ചു വടിച്ചു കഴിഞ്ഞു. എൻ്റെ അമ്മ പറയാറുണ്ട്, അടി തുടച്ചുണ്ടാൽ, ചെറുപ്പത്തിൽ അടി തുടച്ചുണ്ട ആനയെ പോലെ തടിക്കും. എന്തായാലും അന്നപൂർണേശ്വരി ഒരു സാധനം കളഞ്ഞിട്ടില്ല, എക്സെപ്റ്റ് 2 കരുവേപ്പില, 2 പച്ചമുളക്. ദേവി, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാൻ ഇരിക്കും. അത് കഴിഞ്ഞാൽ പോയിട്ടൊരു ചാച്ചി ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും നമുക്ക് പരിപാടികൾ വീണ്ടും തുടങ്ങാറായി. എനിക്ക് കുറേ കണക്കുകളൊക്കെ നോക്കാനുണ്ട്, കുറേ ബില്ലുകൾ അയക്കാനുണ്ട്, കുറേ ബില്ലുകൾ ഫയലിൽ ആക്കാനുണ്ട്, പിന്നെ കുറച്ച് സ്റ്റോക്ക് നോക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും ക്ഷീണമൊന്നുമില്ല, ഒന്നും ചെയ്യാതെ വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, അന്വേഷിച്ചതിന് എല്ലാവരോടും താങ്ക് യു. ഈ മാങ്ങ സമ്മന്തി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്നുണ്ടാക്കുക. ഓക്കെ, ബൈ. ഇപ്പോൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു ആളെ ജഡ്ജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. ബേസിക്കലി കിടക്കാനായിട്ടുള്ള രീതിയിൽ പോയതാണ്. അപ്പോഴാണ് അർജന്റ് ആയിട്ടുള്ള ബാങ്കിന്റെ ഒരു വർക്ക് വന്നത്. ഇതപ്പോൾ ബാങ്കിലേക്ക് ഇറങ്ങുകയാണ്. സോ ഡ്രസ് ചെയ്ത് മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ ജഡ്ജിങ് എന്ന് പറയുന്ന സംഭവം നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ സാധാരണ പോലെ വീട്ടിലിരിക്കുന്ന പോലെ നമ്മൾ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കമന്റ്സ്, നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വരണ സമയത്ത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. അപ്രോച്ച് ഭയങ്കര വ്യത്യാസമാണ്, കാര്യങ്ങൾ ഭയങ്കര വ്യത്യാസമാണ്, സംസാരിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്, കമന്റ്സ് വരുന്ന രീതി വ്യത്യാസമാണ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ ആവുന്നില്ലല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്ത രീതിയിലാവുന്നില്ലല്ലോ. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാളെ നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യണത് എന്നുള്ളതിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നത്. ഞാനിതിപ്പോ എന്തായാലും ഡ്രസ് ചെയ്തു, അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻട്രോയും കൂടി എടുക്കാം എന്നുള്ള രീതിയിൽ. സോ ഇൻട്രോന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു നൈറ്റി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ എൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. സോ ഇനിയെങ്കിലും ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ജഡ്ജ്മെന്റ് എന്നുള്ള രീതിയെ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമ്മളൊരാളെ എന്തിനാ ജഡ്ജ് ചെയ്യണത്, റൈറ്റ്? ആ ഒരു രീതി അല്ലാതെ നല്ല രീതിയിലൊക്കെ ചിന്തിച്ച് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവല്ലേ നല്ലത്, റൈറ്റ്? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.